ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ. ട്രംപുമായി ചർച്ച നടത്താം. മോസ്കോ യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുദ്ധം അവസാനിപ്പിക്കാൻ നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം പ്രാഥമിക ലക്ഷ്യം കൈവരിച്ചെന്ന വിലയിരുത്തലടക്കം നടത്തിയാണ് പുടിൻ നിലപാട് മയപ്പെടുത്തിയത്. റഷ്യക്കാരുമായുള്ള വാർഷിക ചോദ്യോത്തരവേളയിൽ സ്റ്റേറ്റ് ടിവിയിൽ ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കിടെയാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. യുക്രൈൻ യുദ്ധത്തിലടക്കം ട്രംപുമായി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു. 4 വർഷത്തോളമായി ട്രംപുമായി സംസാരിച്ചിട്ടെന്ന് പറഞ്ഞ പുടിൻ, ട്രംപ് വീണ്ടും യുഎസ് പ്രസിഡന്റാകുന്നതോടെ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞു. നേരത്തെ യുഎസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. എംപിമാരെ കയ്യേറ്റം ചെയ്തു, വനിതാ എംപിയെ അപമാനിച്ചു, രാഹുൽ ഗാന്ധിക്കെതിരെ കേസ്. ന്യൂഡൽഹി പാർലമെന്റ് വളപ്പിലെ സംഘർഷത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു. നിയമോപദേശം ലഭിച്ച ശേഷമാണ് നടപടിയെന്നാണ് പോലീസ് വിശദീകരണം. എംപിമാരെ കയ്യേറ്റം ചെയ്തുവെന്നും വനിതാ എംപിയെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി എംപിമാർ രാഹുലിനെതിരെ പരാതി നൽകിയത്. രാഹുൽ ഗാന്ധി കാരണം 2 എംപിമാർക്ക് പരിക്കേറ്റെന്നും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരുന്നു. സെക്ഷൻ 109, 115, 117, 1,21,125, 351 വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ബിജെപി പരാതി നൽകിയത്. ഇന്ന് പാർലമെന്റിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ഗാന്ധിയാണെന്നും പരാതിയിൽ ബിജെപി ആരോപിച്ചു. രാഹുൽ അകാരണമായി തട്ടിക്കയറിയെന്നാണ് നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ എംപി പാങ്ഗനോൺ കുന്യാക്ക് പറഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമായിരുന്നു രാഹുലിന്റേതെന്നും പാങ്ഗനോൺ കുന്യാക്ക് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗുണ്ടയെപ്പോലെ പെരുമാറിയെന്നും എംപിമാരെ കയ്യേറ്റം ചെയ്തുവെന്നും മന്ത്രി കിരൺ റിജിജുവും ആരോപിച്ചു. രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. 10 ദിവസത്തിനകം ഹാജരാകണം, ഇല്ലെങ്കിൽ ജാമ്യമില്ലാ അറസ്റ്റ്. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ അപൂർവ നടപടി. കൊച്ചി ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ അപൂർവ നടപടിയുമായി ഹൈക്കോടതി. കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതി അർജുൻ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 10 ദിവസത്തിനുള്ളിൽ ഹാജരായില്ലെങ്കിൽ ജാമ്യമില്ലാ അറസ്റ്റ് പുറപ്പെടുവിക്കാനും ജസ്റ്റിസുമാരായ പി സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. അർജുനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷയിലാണ് പ്രതിയോട് വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഹൈക്കോടതി നിർദ്ദേശം. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ പ്രതി അർജുനെ കട്ടപ്പന പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു. വിചാരണ കോടതി വിധിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ അർജുന് മറുപടി സത്യവാങ്മൂലം നൽകിയില്ല. ഇതോടൊപ്പം പ്രതി രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്നും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്നും സംസ്ഥാന സർക്കാർ അപേക്ഷ നൽകി. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കടുത്ത നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. പ്രതി അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിൽ 10 ദിവസത്തിനകം നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 50,000 രൂപയുടെ ബോണ്ട് കെട്ടിവച്ചാൽ ഇയാൾക്ക് ജാമ്യം നൽകാം. 2 പേരുടെ ആൾജാമ്യവും വേണം. നേരിട്ട് ഹാജരായില്ലെങ്കിൽ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് പോക്സോ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടയാളോട് വീണ്ടും വിചാരണ കോടതിയിൽ ഹാജരായി ജാമ്യത്തിനായി ബോണ്ട് കെട്ടിവെക്കാൻ കോടതി നിർദ്ദേശം നൽകുന്നത്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് ലയത്തില് 6 വയസ്സുകാരിയെ കഴുത്തിലെ ഷാള് കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ അർജുൻ അറസ്റ്റിലായി. 78 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ കോടതി അർജുനെ വെറുതെ വിടുകയായിരുന്നു. ക്രിസ്മസ് പുതുവത്സര അവധി. അധിക സർവീസുമായി കെഎസ്ആർടിസി. 38 അന്തർ സംസ്ഥാന ബസ്സുകൾ. തിരുവനന്തപുരം ക്രിസ്മസ് പുതുവത്സര അവധികൾ പ്രമാണിച്ച് കെഎസ്ആർടിസി അധിക അന്തർ സംസ്ഥാനാന്തര സർവീസുകൾ നടത്തും. കേരളത്തിൽ നിന്നും ബംഗളൂരു, ചെന്നൈ, മൈസൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള സ്ഥിരം 48 സർവീസുകൾക്ക് ഉപരിയായി 38 ബസ്സുകൾ കൂടി അധികമായി അന്തർ സംസ്ഥാന സർവീസുകൾക്ക് ക്രമീകരിച്ചു. 34 ബംഗളൂരു ബസ്സുകളും 4 ചെന്നൈ ബസ്സുകളുമാണ് ഇത്തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് ശബരിമല സ്പെഷ്യൽ അന്തർ സംസ്ഥാന സർവീസുകൾക്ക് ഉപരിയായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിനുള്ളിൽ യാത്രാ തിരക്ക് കുറയ്ക്കാൻ തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ റൂട്ടിലും അധിക സർവീസുകൾ സജ്ജമാക്കുന്നതിന് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. 4 വോൾവോ LF കോഴിക്കോട്, തിരുവനന്തപുരം, 4 കോഴിക്കോട്, എറണാകുളം സർവീസുകളും അടക്കം 8 ബസ്സുകൾ കോഴിക്കോട് നിന്നും അധികമായി സർവീസ് നടത്തും. 4 ലോ ഫ്ലോർ, 4 മിന്നൽ, 3 ഡീലക്സ്, 5 സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ അടക്കം 16 ബസ്സുകൾ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം, കണ്ണൂർ, തിരുവനന്തപുരം, കോഴിക്കോട് റൂട്ടിൽ അഡീഷണൽ സർവീസ് നടത്തും. കൊട്ടാരക്കര, കോഴിക്കോട്, അടൂർ, കോഴിക്കോട്, കുമിളി, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ, എറണാകുളം, കോഴിക്കോട് എന്നിങ്ങനെ അഡീഷണൽ സർവീസുകളും കൊല്ലം,
കൊട്ടാരക്കര, കോട്ടയം, തൃശൂർ, കോഴിക്കോട് തുടങ്ങി ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും ആവശ്യാനുസരണം തിരക്കനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് KSRTC അറിയിച്ചു. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈന് യുഎസിൽ അന്ത്യനിദ്ര. ന്യൂഡൽഹി. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈന് യുഎസിൽ അന്ത്യനിദ്ര. സംസ്കാര ചടങ്ങുകൾ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്നതായി കുടുംബവൃത്തങ്ങൾ അറിയിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. തബലയെ ലോകപ്രശസ്തിയിലേക്ക് ഉയർത്തിയ പ്രധാനിയാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ. ബയാനിൽ തബലയിലെ വലുത് സാക്കിർ ഹുസൈന് വേഗവിരലുകളാൽ പ്രകടിപ്പിച്ചിരുന്ന മാസ്മരികത സംഗീത ലോകത്തിന് എന്നും വിസ്മയമായിരുന്നു. പത്മവിഭൂഷണും ഗ്രാമി പുരസ്കാരങ്ങളും അടക്കം നേടിയിട്ടുള്ള സാക്കിർ ഹുസൈൻ വിഖ്യാത സംഗീതജ്ഞൻ അല്ല രഗയുടെ മകനാണ്. BJP വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു കോൺഗ്രസിലെ ചേർന്നു. കൽപ്പറ്റ. BJP വിട്ട പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു കോൺഗ്രസിലെ ചേർന്നു. DCC പ്രസിഡന്റ് ND അപ്പച്ചന്, T സിദ്ദിഖ് MLA തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പാർട്ടി അംഗത്വം മധു സ്വീകരിച്ചത്. ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനത്തിലല്ല കോൺഗ്രസിൽ ചേർന്നതെന്നും കുറച്ചുനാളുകളായി ഇത് സംബന്ധിച്ച് ആലോചനയിലായിരുന്നുവെന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ച ശേഷം KP മധു പ്രതികരിച്ചു. കോൺഗ്രസ് ദേശീയ പാർട്ടി ആയതുകൊണ്ടും ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ടുമാണ് കോൺഗ്രസിൽ ചേർന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഫെബ്രുവരി വരെ BJP ജില്ലാ അധ്യക്ഷനായിരുന്നു മധു. കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിനിടെ നടത്തിയ വിവാദ പരാമർശത്തിന്റെ പേരിൽ അന്ന് മധുവിനെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കിയിരുന്നു. തുടർന്നാണ് മധു BJPയുമായി അകന്നത്. ഭാരത അരി വീണ്ടും എത്തുന്നു. ഇത്തവണ കിലോ 22 രൂപ മാത്രം. കോട്ടയം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരി വീണ്ടും കേരളത്തിലെ വിപണിയിലെത്തി. ഒപ്പം വൻകിട ധാന്യപ്പൊടി കമ്പനികൾക്ക് ഉയർന്ന അളവിൽ ഗോതമ്പും ലഭ്യമാക്കുന്നു. തുടക്കത്തിൽ തൃശൂർ, പാലക്കാട്, ആലുവ എന്നിവിടങ്ങളിലാണ് അരി എത്തിച്ചത്. ഈ വർഷം ആദ്യം കിലോയ്ക്ക് 29 രൂപയ്ക്ക് വിതിരുന്ന അരി ഇപ്പോൾ 22 രൂപയ്ക്കാണ് വിൽക്കുന്നത്. മുമ്പത്തെ പോലെ 5 കിലോ, 10 കിലോ പാക്കറ്റുകളായാണ് വിൽപ്പന. പുഴുക്കലരിയാണിത്. ഓരോ ജംഗ്ഷനിലും വണ്ടിയിൽ അരി എത്തിച്ചാണ് വിൽക്കുന്നത്. നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ എത്ര ചാക്ക് അരി വേണമെങ്കിലും വാങ്ങാം. സഹകരണ സ്ഥാപനമായ NCCF-ലൂടെയാണ് വിൽപ്പന. ഗോതമ്പ് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഗോതമ്പ് വിൽപ്പനയ്ക്ക് എത്തിയിരുന്നില്ല. ഇക്കുറി വൻകിട കമ്പനികൾക്ക് ക്വട്ടേഷൻ നൽകി ഗോതമ്പ് വാങ്ങാൻ അവസരമുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമായ വാലി ജംഗ്ഷനിൽ രജിസ്റ്റർ ചെയ്തു വേണം ടെൻഡറിൽ പങ്കെടുക്കാൻ. എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 2 വരെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ടെൻഡറിൽ പങ്കെടുക്കാം. അളവിന്റെ കാര്യത്തിൽ FCI-യാണ് അന്തിമ തീരുമാനമെടുക്കുക. എങ്കിലും ഒരു കമ്പനിക്ക് കുറഞ്ഞത് 1 ടൺ മുതൽ 10 ടൺ വരെ ഗോതമ്പ് വാങ്ങാൻ അവസരമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഗോതമ്പ് വിലയിൽ നേരിയ വ്യത്യാസമുണ്ടാവും. 25.76 മുതൽ 26.80 വരെയാണ് വിവിധ ജില്ലകളിലെ വില വ്യത്യാസങ്ങൾ. കോടഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക നിയമനം. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയായ BFAM, DPharm വിത്ത് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം 2024 ഡിസംബർ 23 തിങ്കളാഴ്ച പകൽ 11-ന് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്ന നേരിട്ടുള്ള അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. ക്രിസ്തുമസിന് മുന്നോടിയായി ടൗൺ കരോൾ ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഇൻതുടക്കമാവും. KCYM അണിയിച്ചൊരുക്കുന്ന താരകനിലാവ് ടൗൺ കരോൾ ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ നടക്കും. വൈകിട്ട് 5-ന് ദേവാലയത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് പള്ളി അങ്കണത്തിൽ നിന്നും കരോൾ ആരംഭിക്കും. വാദ്യമേളങ്ങൾ, കരോൾ ഗീതങ്ങൾ, ഫ്ലാഷ് മോബ്, കുട്ടികളുടെ കലാപരിപാടികൾ, നിശ്ചല ദൃശ്യങ്ങൾ, അലങ്കാര ദീപങ്ങൾ, സാന്താക്ലോസ് എന്നിവയുടെ അകമ്പടിയോടെ നടക്കുന്ന ടൗൺ കരോളിൽ ഇടവകാജനം ഒന്നാകെ പങ്കെടുക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ സീനിയർ ഹാൻഡ്ബോൾ ടീം സെലക്ഷൻ. കോടഞ്ചേരി, എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സീനിയർ പുരുഷ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള കോഴിക്കോട് ജില്ലാ ടീമിന്റെ സെലക്ഷൻ 2024 ഡിസംബർ 21 ശനിയാഴ്ച രാവിലെ 8:30-ന് കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് CB മാനുവൽ, കോഴിക്കോട് ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി, 962828294473860004. കോടഞ്ചേരി ഉദയനഗർ പഴങ്ങോലഭിത്തിയിൽ വിശ്വനാഥൻ 75 അന്തരിച്ചു. സംസ്കാരം ഇന്ന് 20 ഡിസംബർ 24 ഉച്ചയ്ക്ക് 12-ന് ഒറ്റപ്പൊയിൽ പൊതുശ്മശാനത്തിൽ. ഭാര്യ ശ്യാമള, മക്കൾ അനിൽകുമാർ, അനുപമ, മരുമകൻ സ്മിജു, കോഴിക്കോട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.